3 ദിവസം മുൻപ് കേരളത്തിലെ എല്ലാ മലയാള പത്രങ്ങളിലും ഒരു പരസ്യം വന്നു. തെലങ്കാന സർക്കാരിന്റെ പരസ്യമാണ് വന്നത്. ആ തെലങ്കാന സർക്കാരിന്റെ പരസ്യം എന്ന് പറയുന്നത് തെലങ്കാനയിൽ 1 കോടി സ്ത്രീകളെ കോടീശ്വരിമാരാക്കി എന്നുള്ളതായിരുന്നു തെലങ്കാന സർക്കാരിന്റെ പരസ്യം. ആ പരസ്യം കേരളത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ, മലയാള പത്രങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. തെലങ്കാനയിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുള്ള പരസ്യമാണ് കേരളത്തിലെ മലയാള പത്രങ്ങളിൽ നൽകിയത് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ. എന്തിനാണ് കേരളത്തിലെ മലയാള പത്രങ്ങളിൽ തെലങ്കാന സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച്, സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് തെലങ്കാന സർക്കാർ കേരളത്തിലൊരു പരസ്യം നൽകുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിന്റെ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയ പ്രചരണം നടത്താൻ തെലങ്കാന സർക്കാരിന്റെ പരസ്യം ഉപയോഗിക്കാം. അതേസമയം കേരളത്തിൽ കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനും മുൻകാലങ്ങളിലെ സാഹചര്യങ്ങൾ പറയാനും കേരള സർക്കാരിന്റെ നികുതി പണം ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. ജനങ്ങൾ ഇക്കാര്യം കൃത്യമായി വിലയിരുത്തും. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അത് ഓരോ തെരഞ്ഞെടുപ്പിലൂടെ അവരത് തെളിയിച്ചതുമാണ്. ഏതായാലും ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാരിന് പറയാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഴിമതി ആരോപണങ്ങൾക്കപ്പുറത്ത്, ഇത്തരം സാങ്കേതിക വിവാദങ്ങൾക്കപ്പുറത്ത് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്ന കാര്യം വളരെ കൃത്യമായി ഒരു വൈറ്റ് പേപ്പർ ഇറക്കി പോകാൻ ഈ സർക്കാരിന് കഴിയുന്നു എന്നത് തീർച്ചയായും LDF സർക്കാരിൻ്റെ ഒരു നേട്ടം തന്നെയാണ്.